34 ഭരണഘടനയും വാഴൂർ മത്തായിയും പാളയം ഇടവക മൊത്തത്തിൽ വിഴുങ്ങി. കാളയുടെ ലാടമടിച്ച് നടന്നവനും പിടിക്കുടച്ച് നടന്നവനും മുൻഗാമികളെ സ്ലോ പോയിസൺ ചെയ്ത് തീർത്തു കളഞ്ഞവനും കൊലക്കേസ് പ്രതിയും സഭയുടെ ഭരണഘടനയെ അട്ടിമറിച്ച് സഭാധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തവന്മാരെയും ഒക്കെ പരിശുദ്ധ പിതാവേ എന്ന് വിളിച്ച് ഇവന്റെയൊക്കെ അളിഞ്ഞ കൈമുത്താൻ പോയി കുനിഞ്ഞു നിന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു, മുണ്ണക്കുഞ്ഞുങ്ങളെ പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ടെന്ന്. പക്ഷേ അന്നതാരും കേട്ടില്ല. അന്നവർ ജയ് വിളിച്ച് ആർപ്പുവിളിയിൽ മുഴുകി നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല. പക്ഷേ അവർ എനിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്നെ തീർക്കുവാൻ, എൻ്റെ വാഹനമടക്കമെടുത്ത് കൊക്കയിലെറിയുവാൻ ശ്രമിച്ചു. 34 ഉടായ്പ ഭരണഘടനയും പൊക്കിപ്പിടിച്ച് സഹോദര സഭയുടെ അവർ വെച്ച പള്ളികളെല്ലാം അവരുടെ കേസ് നടത്തിയ അസന്മാർഗികളായ മെത്രാന്മാരെയും സഭാ നേതൃത്വത്തെയും ചാക്കിട്ട് പിടിച്ച് കേസ് അട്ടിമറിച്ച് കൈവശം വെച്ചപ്പോഴും ഒരു വിഭാഗം ഓർത്തഡോക്സുകാർ വാഴൂർ മത്തായിക്ക് ആർപ്പ് വിളിച്ചു. ദേവലോകത്തെ അസുരജന്മം നീണാൾ വാഴുക എന്ന്. ഒരു വശത്ത് വാഴൂർ മത്തായി സഹോദര സഭയുടെ പള്ളി പിടിച്ച് മുന്നേറിയപ്പോൾ മറുവശത്ത് ഇവന്മാരുടെ നാറിയ മെത്രാന്മാരും പാതിരികളും പെണ്ണുപിടിച്ച് മുന്നേറി. കുംഭസാരം മുതലെടുത്ത് 5 പാതിരിപ്പാമ്പുകൾ ഒരു യുവതിയെ പ്രാപിച്ചത് മാധ്യമ വാർത്തയായി. പെണ്ണുപിടിയന്മാരായ അനേകം പാതിരികൾ റിമാൻഡിലായി. 86-കാരനായ ശെമവോൻ റമ്പാന്റെ പോക്സോ കേസ് ഞങ്ങൾ ചൈൽഡ് ലൈന് കൊടുത്ത് അയാളെ ജയിലിലാക്കി. അരമനമേരി എന്ന തമിഴത്തിയെ ഗർഭിണിയാക്കിയ മെത്രാന്റെ ലീലാവിലാസങ്ങൾ സഭയിലെ തന്നെ ഒരു പാതിരി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വെച്ച് പുറത്തുവിട്ടു. പെൺകണിയിൽപ്പെട്ട് ഗത്സിമോൻ അരമന തന്നെ ജപ്തിയിലായി. യാക്കോബായ സഭയുടെ വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിപിടുത്തം കഴിഞ്ഞപ്പോൾ വാഴൂർ മത്തായി ഇപ്പോൾ ഇതാ 34 ഭരണഘടനയും പൊക്കിപ്പിടിച്ച് സ്വന്തം സഭയിലെ വിശ്വാസികൾ ഉണ്ടാക്കിയ മുതലുകൾ തട്ടിയെടുക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. എലിയെ പിടിച്ച് നടന്നവന്മാരെയൊന്നും തോലിക്ക ആക്കരുതെന്ന് പലരും പറഞ്ഞു, പക്ഷേ കേട്ടില്ല. ഇപ്പോൾ വിശ്വാസികൾ അനുഭവിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പാളയം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ, കൃത്യമായി പറഞ്ഞാൽ സൗത്ത് പാർക്ക് മോഹൻദാസിന്റെ ബാറിന്റെ സൈഡിൽ ഇരിക്കുന്ന പള്ളിയുടെ സെക്രട്ടേറിയറ്റിന് എതിർവശത്ത് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലുള്ള 60 സെന്റോളം ഭൂമി, അതായത് 20 കോടിയോളം വില വരുന്ന ഭൂമി വ്യാജരേഖകൾ ചമച്ച് റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വാഴൂർ മത്തായി തട്ടിയെടുത്തു. അവിടെ സഭാകേന്ദ്രം പണിയുവാൻ പോകുന്നു പോലും. മത്തായിക്ക് അവിടെ തന്നെ കേന്ദ്രം പണിയണം. വേറെ പല ഭൂമികളും സഭയ്ക്ക് അവിടെ കിടപ്പുണ്ട്. പക്ഷേ അവിടെയൊന്നും പണിയണ്ട, ഇവിടെ പണിഞ്ഞെങ്കിലേ മത്തായിക്ക് ഒരു സുഖം കിട്ടുകയുള്ളൂ അത്രേ. തിരുവനന്തപുരത്തെ സഹാവ് മെത്രാൻ എന്നറിയപ്പെടുന്ന മനുഷ്യമുദ്ര കെട്ടാൻ പോവുകയും പാർട്ടി ക്ലാസ്സുകൾക്ക് പോവുകയും സമയം കിട്ടുമ്പോൾ മാത്രം കൂതാശപ്പണി നടത്തുന്ന ഗബ്രിയേൽ മെത്രാന്റെ ഒത്താശയോടെയാണ് ഈ ഭൂമി തട്ടിപ്പ് നടത്തിയത്. ഗബ്രിയേൽ മെത്രാൻ ഇതിനു മുമ്പ് ദിയസ്കോറോസ് മെത്രാൻ ഉണ്ടാക്കിയ ഭൂമി ഒരു തമിഴ്ക്കാരനെ വേഷം കെട്ടിച്ച് ആൾമാറാട്ടം നടത്തി തട്ടിയെടുക്കുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ വൃദ്ധ ദമ്പതികളുടെ സ്ഥലം തട്ടിയെടുത്ത് അവിടെ ഒരു കളിവീടും ഇയാൾ ഉണ്ടാക്കിയിരുന്നു. അന്ന് ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങളെ അറിയിച്ച പുന്നൂസിനെ വണ്ടിയിടിപ്പിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഈ തട്ടിപ്പിനെല്ലാം കൂട്ടുനിൽക്കുന്നത്, സഹായം നൽകുന്നത് തലസ്ഥാനത്തെ ഇടതുപക്ഷക്കാരനായ ഒരു പ്രമുഖ പിമ്പാണ്. ഈ പിമ്പിന്റെ ഫ്ളാറ്റിലാണ് മിക്കപ്പോഴും ഈ ഉടായ്പ മെത്രാൻ ഊണും ഉറക്കവുമല്ല. ഈ സ്ഥലം തന്റെ കയ്യിൽ കിട്ടില്ല എന്ന ബോധ്യം വന്നതിനാലാണ് മെത്രാൻ ഈ ഭൂമി ഇടവക്കാരറിയാതെ വ്യാജരേഖ ചമച്ച് വാഴൂർ മത്തായിയുടെ അധീനതയിൽ ആക്കിക്കൊടുത്തത്. പാളയം പള്ളിയിൽ മെത്രാന്റെ ഗുണ്ടകളായ പാതിരിമാരെ വെച്ച്, റാൻമൂളികളായ ഭരണസമിതിയെ വെച്ച് ലക്ഷങ്ങൾ പ്രതിവർഷം തട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സെയിന്റ് ജോർജ് ഇടവക ഐക്യവേദി എന്ന പേരിൽ വിശ്വാസികൾ സംഘടിച്ച് പഴയ തീവട്ടിക്കൊള്ളക്കാരന്മാരെ എല്ലാം പുറത്തു കളഞ്ഞത്. അവർ മെത്രാന്റെ തട്ടിപ്പുകളെ ചോദ്യം ചെയ്തതോടുകൂടി ഭരണസമിതിയെ മെത്രാൻ ഏകപക്ഷീയമായി പിരിച്ചുവിട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിലും സെയിന്റ് ജോർജ് ഇടവക ഐക്യവേദി തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും മെത്രാന് പാളയം പള്ളിയിൽ ഇപ്പോൾ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവർക്കിട്ടുള്ള മെത്രാന്റെ ഒരു ചെറിയ പണിയാണിത്. അങ്ങനെയാണ് മെത്രാൻ വ്യാജരേഖ ചമച്ച് 120 വർഷത്തിലധികമായി ഇടവകയുടെ കൈവശമിരുന്ന ഭൂമി തട്ടിയെടുത്ത് മത്തായിക്ക് കൊടുത്തത്. വരുന്ന 15-ാം തീയതി കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന്റെ ആസ്ഥാന മന്ദിരം പണിയുന്നതിനായി തറക്കല്ലിടൽ കർമ്മം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിയെടുത്ത കേസിൽ തിരുവനന്തപുരം മെത്രാനെയും സഭയുടെ കാതോലിക്ക കസേരയിൽ പിന്നാമ്പുറത്തുകൂടെ കയറിയിരിക്കുന്ന വാഴൂർ മത്തായിയുടെയും പേരിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പാളയം പള്ളിയിലെ വിശ്വാസികൾ. ചെങ്ങന്നൂർ അത്താനോസ്യൂസ് മെത്രാനെ പുല്ലേപ്പടിയിലെ റെയിൽവേ ട്രാക്കിൽ കൊലപ്പെടുത്ത നിലയിൽ കണ്ടെത്തിയ കേസിലെ 1-ാം പ്രതിയാണ് സഭാധ്യക്ഷനായ മത്തായി മൂന്നാമൻ എന്ന വാഴൂർ മത്തായി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ഇടവകയുടെ ഭൂമി തട്ടിയെടുത്ത് ആ ഇടവകയിൽ തന്നെ തന്റെ കൂതാശ തൊഴിലാളിയായ കറുകയിൽ പാതിരിയെ കൊണ്ട് കൽപ്പന വായിച്ചപ്പോൾ ഇടവകയുടെ മാനേജിംഗ് ട്രസ്റ്റി ജോർജ് തോമസ് ഇടവാംഗങ്ങളെ അഡ്രസ് ചെയ്തത് കാണുക. ബഹുമാന്യരായ വൈദ്യരെ, പ്രിയപ്പെട്ട ഇടവാംഗങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ അസാധാരണമായ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായിട്ട്
ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് മാനേജിംഗ് കമ്മിറ്റിയുടെ ട്രസ്റ്റി എന്ന നിലയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആയതിനു വേണ്ടി ആണ് ഇത്തരം അസാധാരണമായൊരു നടപടിയിലേക്ക് നമ്മൾ മുമ്പോട്ട് വരുന്നത്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ ഇടവകയിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ ഹാജരായിട്ടുണ്ട്. നമ്മുടെ വികാരി അച്ഛൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച ബാവാ തിരുമേനിയുടെ കൽപ്പനയിലെ 2ാം ഭാഗം, അതായത് ബാവാപ്പറമ്പ് അനധികൃതമായി അദ്ദേഹം കയ്യേറി നമ്മുടെ ഇടവകയ്ക്ക് ഭരണഘടനാനുസൃതം നൽകിയിട്ടുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇവിടെ കാതോലിക്ക ബാവായുടെയോ അല്ലെങ്കിൽ പരിശുദ്ധ സഭയുടെയോ ഒരു സെൻറ്റർ തിരുവനന്തപുരത്ത് വരുന്നതിന് ഇടവകാംഗങ്ങൾ ആരും എതിരല്ല, ഈ ഇടവകയും എതിരല്ല, ഒരു കാലത്തും നമ്മൾ എതിരാവുകയുമില്ല. തിരുവനന്തപുരത്ത് സഭയുടെ ഒരു സെൻറ്റർ വരണമെന്നുള്ളത് നമ്മുടെയും കൂടെ ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ ആദ്യം മുതൽ ഈ 150 വർഷമായിട്ട് നമ്മൾ പരിപാലിച്ചു വരുന്ന നമ്മുടെ മാത്രം ഈ ഇടവകയുടെ മാത്രം ചെലവിലും കാര്യക്ഷമതമായ കാര്യസ്ഥതയിലും നടത്തി വരുന്ന ഒരു സ്ഥലം നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് റെക്കോർഡുകൾ തിരുത്തി ഒരു സഭയ്ക്കും ഒരു കാലത്തും ഒരു ക്രിസ്തീയ സഭ എന്ന് പറയുന്ന ആർക്കും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അനധികൃതമായിട്ട് നമ്മുടെ ഈ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. സഭ നമ്മളുമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് സഭാ നേതൃത്വത്തിന് നമ്മൾ കൊടുത്ത കത്തുകൾക്കൊന്നും യാതൊരു പ്രതികരണവും സഭാഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം ബാവാ തിരുമേനി തന്നെ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു കത്ത് ബാവയുടെ പേർക്ക് അയക്കുകയുണ്ടായി. അതിനകത്ത് ബാവ നിഷ്കർഷിച്ചിരുന്നത് ഇത്ര മാത്രമാണ്: മാനേജിംഗ് കമ്മിറ്റി കൂടണം, മാനേജിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഒപ്പിടണം, നിങ്ങളൊരു പ്രപ്പോസൽ അയക്കണം, 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ തീരുമാനം അറിയിക്കും എന്ന് ബാവ പറഞ്ഞിരുന്നു. പക്ഷേ 2 മാസമായിട്ടും ഒരു നടപടിയും ഉടനെ പൊക്കിപ്പിടിച്ച് ഭരണഘടന നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോടതികളിൽ കയറിയിറങ്ങും. ഈ സ്വന്തം സഭയിലെ ഇടവക ജനാംഗങ്ങളോട് കാണിക്കുന്ന ഈ അനീതി തീർച്ചയായിട്ടും ഇങ്ങനെ ഏറെക്കുറെ സമയം തന്നതാണ്. അവസാനം അങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ കേസ് കൊടുത്തു അല്ലെങ്കിൽ വഴക്കായി, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ഇടവക മാനേജിംഗ് കമ്മിറ്റി എന്നുള്ള നിലയിൽ, ഇടവകയുടെ ട്രസ്റ്റി എന്ന നിലയിൽ ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിക്കേണ്ടി വന്നതിൽ എനിക്കും ഇടവക മാനേജിംഗ് കമ്മിറ്റിക്കും അതിയായ ദുഃഖമുണ്ട്. ഈ വ്യസനം നമ്മൾ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ മേൽഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ നമ്മുടെ പ്രതിഷേധം ശക്തമായിട്ട് വീണ്ടും അറിയിക്കുന്നു. നമ്മുടെ വികാരിയെയും നമ്മുടെ പട്ടക്കാരെയും ഈ വിവരം അടിയന്തരമായിട്ട് ബാവാ തിരുമേനിയെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. 15-ാം തീയതി നടത്താനിരിക്കുന്ന കല്ലിടൽ കർമ്മം മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ കാര്യത്തിൽ ഈ ഇടവക ഒറ്റക്കെട്ടായി നിൽക്കും എന്നും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കൈമുത്താനായിട്ട് ലൈനായിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിലെ ഒരു വികാരി എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവത്തോടെ അല്ല സാറെന്ന് പറഞ്ഞത്, പൊതുവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് പറയാനുള്ള ഒരു കടപ്പാട് എനിക്കുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ഒരു പള്ളിയിലെ വികാരി എന്നുള്ള നിലയിൽ നമുക്ക് സഭയുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ, അതേസമയം ഇടവകയുടെ വികാരി കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ പെർമിഷനോടുകൂടി അല്ലാതെ സാറ് പൊതുവെ പറഞ്ഞതാണ്. കൈമുത്താനായിട്ട് വരാം. ഇത്രയുമൊക്കെ തരവഴികൾ കാണിച്ചിട്ടും ഇവൻ്റെയൊക്കെ കൈമുത്തുവാൻ പോകുന്ന അടിമവിശ്വാസികളെയാണ് തിരണ്ടിവാലിന് അടിക്കേണ്ടത്. അതിലും എത്രയോ അനുഗ്രഹപ്രദമാണ് വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തിൻ്റെ പിൻഭാഗം കൈകൂപ്പിപ്പോയി മുത്തുന്നത്. വിശ്വാസികളുടെ ഈ അമിത വിധേയത്വം, ഈ എളിമയൊക്കെയാണ് ഈ പാതിരിപ്പണിക്കാരന്മാരെ നിങ്ങളുടെ നെഞ്ചത്ത് കയറുവാൻ തക്ക പ്രാപ്തരാക്കുന്നത്. അതേസമയം ഉശിരുള്ള ഒരു 2 പേർ ആ ഇടവകയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാതിരിപ്പാമ്പിനെ ഒരു തീരുമാനമാക്കാതെ മദ്ബഹയിൽ നിന്ന് പുറത്തിറക്കില്ലായിരുന്നു. 15-ാം തീയതി വാഴൂർമത്തായി തറ തോണ്ടാൻ വരുമ്പോൾ വാരി തറയിൽ കൂതാശിക്കും എന്ന വാശിയിലാണ് പാളയത്തെ ഇടവക ജനങ്ങൾ. ക്രിസ്തുവേ, ഈ മോന്മാർ നിന്റെ പേരിൽ ചെയ്യുന്ന പണികൾ വല്ലതും നീ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? കർത്താവെല്ലാം സഹിക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണെന്നാണ് ഈ മോന്മാർ പറയുന്നത്. എന്നാൽ നമുക്ക് കൈകൂപ്പി നിന്ന് കുനിഞ്ഞു നിന്ന് ഉറക്കപ്പാടാം: മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും മത്തായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.